പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, സങ്കീർത്തനം 34:8 സങ്കീർത്തകൻ പറയുന്നു, കർത്താവ് എത്ര നല്ലവനാണെന്ന് രുചിച്ചറിയുവിൻ, അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. ക്രൈസ്തവരായ നാം എല്ലാവരും ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണ്. ദിവസവും വിശ്വാസപ്രമാണം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരുമാണ്. എന്നാൽ കർത്താവിനെ രുചിച്ചറിയുവാൻ പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ് അപ്രകാരം സംഭവിക്കുന്നത്? യേശുവിലുള്ള വിശ്വാസം ആഴത്തിലായി തീർന്നിട്ടില്ല. ഉപരിതലത്തിലുള്ള ഒരു വിശ്വാസമാണ് നമ്മിലുള്ളത്. നമുക്ക് യേശുവിൽ ആഴത്തിലുള്ള വിശ്വാസമുണ്ടെങ്കിൽ നാം കർത്താവിൽ ആശ്രയിക്കുന്നവരായി മാറും. കർത്താവ് എത്ര നല്ലവനാണെന്ന് രുചിച്ചറിയുവാനും നമുക്ക് സാധിക്കും. ദൈവ പരിപാലനയുടെ ഒരു അനുഭവം നമുക്ക് ഉണ്ടാകുകയും ചെയ്യും. നമ്മുടെ സമ്പത്തും നമ്മുടെ കഴിവുകളും നമ്മുടെ സമയവുമെല്ലാം യേശുവിനെ പ്രതി മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുമ്പോഴാണ് നമ്മുടെ വിശ്വാസം സജീവമായി മാറുന്നത്. പ്രവർത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണെന്ന് വിശുദ്ധ യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ യാക്കോബ് ശ്ലീഹ പറയുന്നുണ്ട്. നമ്മുടെ അനുദിന ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ദൈവത്തിൽ ആശ്രയിക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നത്? എന്തുകൊണ്ടാണ് നാം അസ്വസ്ഥരായി മാറുന്നത്? ദൈവത്തോടുള്ള നമ്മുടെ വിശ്വാസത്തിൻ്റെ കുറവ് കൊണ്ട് തന്നെയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. യേശു പറഞ്ഞിട്ടുണ്ട്, എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നിലല്ല, എന്നെ അയച്ചവനിലാണ് വിശ്വസിക്കുന്നത് എന്ന്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 1 നമ്മുടെ ഉത്കണ്ഠകളെല്ലാം കാണുന്ന യേശു പറയുന്നു, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ എന്ന്. നാം യേശുവിൽ വിശ്വസിക്കുമ്പോൾ യേശുവിന് വേണ്ടി ജീവിക്കണം എന്നുള്ള ചിന്ത നമ്മളിലുണ്ടാകും. അത് പ്രാവർത്തികമാകണമെങ്കിൽ നാം ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവവചനമനുസരിച്ച് ജീവിക്കുകയും ചെയ്യും. അങ്ങനെ കർത്താവിൻ്റെ സംരക്ഷണവും കർത്താവ് നല്ലവനാണ് എന്നുള്ള ഒരു അനുഭവവും നമുക്കുണ്ടാകും. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.